കഴിഞ്ഞ ഭാഗത്തിൽ യോക്കോ മരിച്ചതിന് ശേഷം ലില്ലി അവനെ ദേവലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നത് വരെയാണല്ലോ നമ്മൾ കണ്ടത്. ആദ്യം തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ലില്ലി അവനെ ദേവലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവിടുത്തെ സ്പിരിറ്റ് ഗോഡ് അഥവാ ദേവൻ അവൻ്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കി. ഇവനൊരു നല്ലവനാണ്, അത് കാരണം ഞാൻ നിനക്ക് രണ്ടാമതൊരു അവസരം തരികയാണ്. പക്ഷേ അതിന് പകരമായി നീ പ്രേതങ്ങളുടെ ഏജന്റ് ആവണം. പിന്നീട് ദേവൻ അവനോട് ഭൂമിയിലുണ്ടായ ആ കുഴിയിൽ നിന്നും ഭൂമിക്ക് വലിയൊരു ആപത്താണ് വരാൻ പോകുന്നത്. അതായത് ആ കുഴിയിൽ നിന്നും പുറത്തു വന്ന ചെറിയ പ്രാണി ഒരാളുടെ ശരീരത്തിൽ കയറി അവനെ കൺട്രോൾ ചെയ്ത് അതിലുണ്ടായ അപകടത്തിൽപ്പെട്ടാണ് നീ മരിച്ചത്. ആ പ്രാണി ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിലോട്ട് പോവുകയാണെങ്കിൽ അവനെ പൂർണ്ണമായി അതിൻ്റെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തും. എന്ന് വെച്ചാൽ അവനെ പൂർണ്ണമായിട്ട് ഒരു രാക്ഷസനാക്കി മാറ്റും. അങ്ങനെയായി മാറിയവരെയാണ് നീ കൊല്ലേണ്ടത്, ഇല്ലെങ്കിൽ അവർ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കും. ഇതാണ് എൻ്റെ ഡീല്, ആ ദേവൻ അവനോട് പറയുന്നു. അവനാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം ആരും എന്നെ കുറിച്ചോർത്ത് ഫീൽ ചെയ്യാൻ പോകുന്നില്ല, എനിക്കാണെങ്കിൽ തിരിച്ച് ജീവിതത്തിലോട്ട് പോകാൻ യാതൊരു ആഗ്രഹവുമില്ല എന്ന് പറഞ്ഞ് യോക്കോ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ യോക്കോൻ്റെ വീട് കാണിക്കുന്നു. അവിടെ അവൻ്റെ ഫ്യൂണറാണ് നമ്മളെ കാണിക്കുന്നത്. അവിടേക്ക് വന്ന നമ്മൾ ആദ്യ എപ്പിസോഡിൽ കണ്ട ഒരു കൂട്ടം പയ്യന്മാർ ഒരു പയ്യനെ ബുള്ളി ചെയ്തത് കണ്ടില്ലേ? ആ പയ്യനെ വീണ്ടും അവിടെ വെച്ച് അതേ പയ്യന്മാർ അവനെ ഉപദ്രവിക്കുന്നത് കാണിക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ യോക്കോയ്ക്ക് സാധിക്കുന്നുള്ളൂ. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ചുള്ളൻ വന്ന് അവരെ അടിച്ചിടുന്നു. അവനാണെങ്കിൽ ഡാ യോക്കോ, എൻ്റെ ഒപ്പം തല്ലൂടി തോൽക്കുന്നതിന് മുൻപേ നീ മരിച്ചു പോയല്ലോടാ. ഇത് കണ്ട യോക്കോ ഇവനെങ്കിലും എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലോ അത് വിചാരിച്ച് അവൻ്റെ അടുത്ത് ഒരു അഭിപ്രായം അവനുണ്ടാകുന്നു. ഇപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവൻ രക്ഷിച്ച ആ പയ്യനും അവൻ്റെ അമ്മയും ഗേൾഫ്രണ്ടും അവിടെയുള്ളവരെല്ലാം ഇവൻ മരിച്ചതോർത്ത് വല്ലാതെ ഫീൽ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ യോക്കോവിനും ചെറുതായിട്ട് വിഷമം പോലെ വരുന്നുണ്ട്. അവരെല്ലാം പോയതിനു ശേഷം അവൻ്റെ അമ്മയും ഗേൾഫ്രണ്ടും അവൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ നിന്നും കരയുന്നത് ഇവൻ ദൂരെ നിന്നും കാണുകയാണ്. ഇപ്പോൾ നമ്മളെ അവൻ്റെ വീടിന് അടുത്തായി ഒരു ഭാഗത്ത് ആ പാവപ്പെട്ട പയ്യനെ മറ്റു പയ്യന്മാർ ചേർന്ന് അടിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. ഇപ്പം നിന്നെ ആരാളെ രക്ഷിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് അവനെ നന്നായി തല്ലുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ചെവിയിലോട്ട് ആ പ്രാണി കയറി പോകുന്നത് നമ്മളെ കാണിക്കുന്നു. കുറച്ച് സമയത്തിനകം അവിടെയുള്ള പയ്യന്മാരെ എല്ലാം ഇവൻ അടിച്ച് ആകെ ഒരു പരിവമാക്കുന്നുണ്ട്. ആ തല്ലുകൂട്ടത്തിനിടയിൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ യോക്കോ എല്ലാവരും എന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, അത് കാരണം എനിക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് പോകാൻ താല്പര്യമുണ്ട് ലില്ലിയോട് പറയുന്നു. അപ്പോൾ ലില്ലി ആണെങ്കിൽ ഹാവു, ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറിയല്ലോ എന്നോർത്ത് സന്തോഷപ്പെടുന്നു. നേരത്തെ ഉണ്ടായ ആ സ്ഫോടനത്തിനിടയിൽ യോക്കോന്റെ വീടിനും തീ പിടിക്കുന്നു. യോക്കോന്റെ അമ്മയെയും മിൻമിയെയും അവിടെയുള്ളവരെല്ലാം രക്ഷിക്കുന്നുണ്ട്. മിൻമിയാണെങ്കിൽ ഇല്ല, ഞാൻ യോക്കോന്റെ ബോഡി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആ തീപിടുത്തത്തിനുള്ളിൽ പെട്ടുപോവുകയാണ്. അവിടേക്ക് വന്ന യോക്കോന്റെ ആത്മാവ് അവളോട് ഇവിടെ നിൽക്കല്ലേ, രക്ഷപ്പെട്ടു പോവാൻ നോക്ക്, അല്ലെങ്കിൽ നീയും മരിച്ചു പോവും അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ പ്രേതമായത് കാരണം അവൻ പറയുന്നതൊന്നും ഇവൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അത് കാരണം അവൾ ആ ഡെഡ് ബോഡിക്ക് അടുത്ത് തന്നെ കിടക്കുന്നു. യോക്കോയാണെങ്കിൽ ശരി, ഞാൻ ഡീല് സമ്മതിക്കുന്നു, എന്നെ പെട്ടെന്ന് ജീവിതത്തിലോട്ട് കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. ഇത് കേട്ട ദേവൻ അവനെ വീണ്ടും ജീവൻ കൊടുക്കുകയാണ്. അവനാണെങ്കിൽ പിടുത്തത്തിൽ നിന്നും അവളെ രക്ഷിച്ച് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട അവൻ്റെ അമ്മ അവനെ ആശ്ചര്യത്തോടെയും സന്തോഷത്തോടെയും നോക്കുകയാണ്. അവൻ്റെ അമ്മയടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നെ പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ തല്ലുകൂട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ പോകുന്നു. നമ്മുടെ യോക്കോയാണെങ്കിൽ പ്രേതങ്ങളുടെ ഏജന്റായ കാരണം അവന് കുറച്ചധികം പവേഴ്സ് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് ദേവനായി സംസാരിക്കാൻ സാധിക്കും. പിന്നെ ഇവന് മനുഷ്യന്മാരെക്കാൾ 10 ഇരട്ടി പവർ ഉണ്ടാകും. ഇപ്പോൾ മനുഷ്യരൂപത്തിലുള്ള ആ ചെകുത്താൻ്റെ ഒപ്പം നമ്മുടെ ചുള്ളൻ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഈ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഹേ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത പാർട്ട് കാണാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യൂ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുമായി കാണാം. ഓക്കെ, ബൈ.